ഹലോ, ഞാൻ കല്ലു. ഞാൻ മീനു. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ അമ്മ സുശീല. ഞാൻ കുഞ്ഞു. കുഞ്ഞുവിന്റെ അമ്മ ശ്രുതി. ഞാനേ ലച്ചു. ഇവർ രണ്ടുപേരും എന്റെ ചേച്ചിമാരാ. ഞങ്ങള് 3 പേരും കൂടി ഗേൾസ് ഉള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തതാ. ഇപ്പൊ ഞങ്ങൾ ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ കഥ നിങ്ങൾ കാണില്ലേ? മാഡം എത്ര റൂം വേണം? 2 റൂം അടുപ്പിച്ചുള്ള മതി. അങ്ങനെ റൂമുണ്ട് ഞങ്ങളുടെ കയ്യില്. നിങ്ങളുടെ റൂമിന് അവരുടെ റൂമിലേക്ക് ഒരു വാതിൽ തുറന്ന് പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, ബാത്റൂം തുറക്കുന്ന പോലെ തന്നെ തുറന്ന് നിങ്ങൾക്ക് അവരുടെ റൂം പോകാം. അങ്ങനെ റൂമുണ്ട്, അത് വേണോ? പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവാ. വേണം. ഞങ്ങൾ 1 വീക്കിന് ടൂറിന് വന്നതാ. നിങ്ങൾക്ക് 1 വീക്ക് നിൽക്കണം. ഓക്കെ, അപ്പൊ 1 വീക്കിന് 20,000 നിങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി. വരൂ, ഞാൻ റൂം കാണിച്ചു തരാം. വരൂ, ഇതാ റൂം. ഒരു റൂം അപ്പുറത്തുണ്ട്, നോക്കൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഫോണിൽ കോൾ ചെയ്താൽ മതി. ഫുഡ് വേണമെങ്കിലൊക്കെ ഇതും കോൾ ചെയ്താൽ മതി. ഓക്കെ, എന്നാലേ ഞങ്ങൾ 3 പേര് അവിടെ കിടക്കാം. നിങ്ങൾ 3 പേര് ഇവിടെ കിടന്നോ? അത് പറ്റില്ല. ഞാൻ ഈ അമ്മമാരുടെ കൂടെയോ? എനിക്ക് ചേച്ചിയുടെ കൂടെ കിടക്കണം. എന്നാ ഞങ്ങൾ 4 പേര് അവിടെ കിടക്കാം. നിങ്ങൾ 2 പേര് ഇവിടെ കിടന്നോ? അങ്ങനെ റിസ്ക് അടിക്കണോ? എന്തിനാ ടൈറ്റാക്കി കിടക്കുന്നേ? ഒരാൾ ഇങ്ങോട്ട് പോര്. വേണ്ട, ഞാനും മീനും ഇല്ലാതെ കിടക്കത്തില്ല. ആരുടെ കൂടെ കല്ലില്ലാതെ ഞാനും കിടക്കില്ല. കണ്ടോ? അപ്പൊ എങ്ങനെയാലും പറ്റില്ല. ഞങ്ങൾ 4 പേരും കിടന്നോളാം, കുഴപ്പമില്ല. എന്നാ നിങ്ങൾ ആ റൂം പോയിക്കോ, ഞങ്ങളെ ഇവിടെ കിടന്നോളാം. എന്നാലും ഞാനേ ബാഗൊക്കെ ഇവിടുന്ന് അലമാര വെക്കട്ടെ. ഓക്കെ ചേച്ചി, നാളെ നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങാം. പിന്നെ രാത്രി ആകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചു വരാം. ആടി, അങ്ങനെ ചെയ്യാം. നാളെ നമുക്ക് പാലസ് കാണാൻ പോവാം. ഓക്കെ ചേച്ചി. ചേച്ചി, ഈ റൂം അത്യാവശ്യം കൊള്ളാല്ലേ മറ്റേ റൂമിനെക്കാളും? കൊള്ളാം. പക്ഷെ ഇവിടുത്തെ ബെഡ് വലിപ്പമില്ല. ഒരാള് ഉറങ്ങാറാകുമ്പോഴത്തേനാണ് പോയിക്കൊണ്ടു. ഞാൻ പോവില്ല. ഞാനും പോവില്ല. ഞാൻ അത്രയും പോവില്ല. എന്നാ പിന്നെ ഞാൻ പോയേക്കാം. അയ്യോ, ഞാൻ കൊച്ചു കിടക്കാൻ പേടിയാ. എന്നാ നിങ്ങൾ 3 പേര് അവിടെ പോയി കിടന്നോ, ഞാനിവിടെ കിടന്നോളാം. ഞങ്ങൾക്ക് ചേച്ചിയുടെ കൂടെ കിടക്കണ്ടേ? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇവിടുത്തെ ബെഡ് വളരെ ചെറുതാ. ഇവിടെ എല്ലാവർക്കും കൂടി കിടക്കാനൊന്നും പറ്റത്തില്ല. പറഞ്ഞതനുസരിച്ചാണ്. ഇല്ല 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 ഇല്ല, പറഞ്ഞതൊന്നും അനുസരിക്കില്ല. ഞങ്ങൾ ഏതായാലും ഇന്ന് ഇവിടെ കിടക്കും. 4 പേരും കൂടി എങ്ങനെ ഇവിടെ കിടക്കും? ഞാൻ അറിഞ്ഞു ഇവിടുത്തെ ബെഡ് ഇത്ര ചെറുതാണെന്ന്. ഞങ്ങൾ ഏതായാലും പോവാൻ തീരുമാനിച്ചിട്ടില്ല. ഇവരിവിടുന്ന് ഔട്ടാക്കാൻ എന്താ ഒരു വഴി? എന്നാലേ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. പറ. ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. ഞാനും റെഡിയാ. എന്നാ ഞാൻ പറയാം. ഒരിടത്തെ നമ്മളെ പോലെ 3 അനിയത്തിമാരും ഒരു ചേച്ചി ഉണ്ടായിരുന്നേ. അതെവിടെയാ? കഥയിൽ ചോദ്യമില്ല, കഥ കേക്ക്. അങ്ങനെ നമ്മളെപ്പോലെ ആ ചേച്ചിമാരിങ്ങനെ റൂമിലിരിക്കുമ്പോഴേ അവിടുത്തെ ജനലിന്റെ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നേ. ഇവിടെ നല്ല കാറ്റുണ്ട്. എന്നാ കേട്ടോ, അത് വെറും കാറ്റല്ല, അത് യക്ഷിയുടെ സാമീപ്യം അറിയിക്കുന്ന കാറ്റാണ്. യക്ഷിയുടെ കാറ്റോ? അങ്ങനെ ഒരു കാറ്റുണ്ടോ? ഉണ്ട്. അങ്ങനെ അവര് 4 പേരും ഇരിക്കുമ്പോഴാ അവിടുത്തെ ഫാന് പെട്ടെന്ന് താഴ്ത്തി വീണത്. എന്താ? അല്ല, ഈ ഫാനൊക്കെ വീണ അത് തലേ കൂടെ വീഴത്തില്ലേ? 2 പേരും പേടിച്ചിട്ടുണ്ട്. ഒരാളും കൂടി പേടിപ്പിച്ച തീരുമാനമായി. എന്താ എന്താ ചേച്ചി പറയുന്നേ? അവരുടെ കൂട്ടത്തിലെ നല്ല കറുപ്പുടുപ്പ് ധരിച്ചൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പിന്നിലതാ ഒരു കൈ. അത് കാലാ? എവിടെ? അതെ, അവളുടെ ബാഗിൽ കാലൊന്നുമില്ല. ഞാൻ പറഞ്ഞ കഥയുടെ കുട്ടിയുടെ ബാഗിലെ കാല്. അയ്യോ, ബാക്കി പറ. പെട്ടെന്നായിരുന്നു ആ റൂമില് പെരും മഴ പെയ്തത്. എന്താ എന്താ? ഒന്ന് നോക്കങ്ങോട്ട്. ചേച്ചി പറഞ്ഞ കഥയ്ക്ക് ഇങ്ങനെ ശരിയാവുന്ന എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കി കഥ പറഞ്ഞതാ. അത് ശരിക്കുള്ളതല്ല. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇവിടെ മഴ. വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. വാ, അപ്പുറത്തെ റൂം പോവാം. അയ്യോ, അതിലാരാ അടച്ചേ? അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതെന്താ നിങ്ങൾ 3 പേരും മാറി നോക്കി നിൽക്കുന്നേ? വാ, അങ്ങോട്ടൊന്ന് നോക്ക് ചേച്ചി. എന്താ? അയ്യോ, അതിപ്പോ തലേക്ക് വീഴല്ലോ. ചേച്ചി പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കുന്നു. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട്? ഞാൻ പറഞ്ഞതിനപ്പുറം ഇവിടെ നടക്കുന്നേ. ഇവിടെ കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ചെറിയ കുഴപ്പമൊന്നുമില്ല. ഇതെന്തോ വലിയ കാര്യമാ. ആ കാര്യം ഉറപ്പാ. ഇതെന്തോ വലിയ സംഭവ. ഇത് പ്രേതമാണോ, പിശാചാണോ, അതോ ഇനി വേറെന്തെങ്കിലും ആണോ? എനിക്ക് തല കറങ്ങുന്ന കുട്ടികളെ.